ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. കൊല്ലം സെന്റ് ആർ മർത്തോമ യുവജന സഖ്യത്തിൻ്റെ ക്രിസ്മസ് ടോക്കിൻ്റെ 21-ാം ദിവസത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 14-ാം വാക്യം. യോഹന്നാൻ 1:14. കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. യേശുക്രിസ്തുവിൻ്റെ മനുഷ്യാവതരണത്തെക്കുറിച്ചുള്ള യോഹന്നാൻ സുവിശേഷകന്റെ വിവരണത്തിൻ്റെ ഏറ്റവും ആഴമേറിയ ചിന്തകൾ ലളിതമായ വാക്കുകളിൽ ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. മറ്റുള്ള സുവിശേഷകർത്താക്കളിൽ നിന്നും വിഭിന്നമായ രീതിയിലാണ് ക്രിസ്തു ജനനത്തിൻ്റെ സംഭവങ്ങൾ യോഹന്നാൻ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഈ വാക്യത്തിൽ നിന്നും ചില ചിന്തകൾ പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമതായി, സൃഷ്ടിയോട് ചേർന്ന് പാർക്കുന്ന രക്ഷിതാവിൻ്റെ ജനനമാണ് ക്രിസ്മസ്. പാർത്തു എന്ന പദത്തിന് ഉപയോഗിച്ചിരുന്ന യവന പദത്തിൻ്റെ ശരിയായ അർത്ഥം കൂടാരമടിച്ചു വസിച്ചു എന്നാണ്. സകല സൃഷ്ടിക്കും കാരണമായ സൃഷ്ടികർത്താവ് ഈ സൃഷ്ടിയിൽ തന്നെ കൂടാരമടിച്ച് വസിച്ചും സൃഷ്ടിയെ സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്ന സൃഷ്ടികർത്താവ് തൻ്റെ സൃഷ്ടിയോടുകൂടെ വസിക്കുന്നു. ദൈവത്തിൽ നിന്നും അകലുന്ന മനുഷ്യബന്ധങ്ങളുടെ വിളക്കി ചേർക്കലിനെയാണ് ഈ കൂടാരവാസത്തിൽ കാണിക്കുന്നത്. ദൈവം തൻ്റെ ജനനത്തെ സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്നു എന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുമ്പോൾ അതിൻ്റെ പ്രയോഗമാണ് ക്രിസ്മസ്. ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ എല്ലാ മഹിമകളും വെടിഞ്ഞ് മനുഷ്യരുടെ ഇടയിലേക്ക് അവിടുന്ന് ഇറങ്ങി. അതുവരെ മഹത്വപൂർണനായൊരു ദൈവത്തെക്കുറിച്ചുള്ള കേട്ടറിവ് മാത്രമേ മനുഷ്യന് ഉണ്ടായിരുന്നുള്ളൂ. ക്രിസ്മസ് ഈ സാധാരണത്വത്തിൻ്റെ ആധ്യാത്മികതയിലേക്ക് നമ്മെ ക്ഷണിക്കുന്നു. രണ്ടാമതായി, കൃപയും സത്യവും നിറഞ്ഞ സൃഷ്ടിതാവിൻ്റെ ജനനമാണ് ക്രിസ്മസ്. ദൈവത്തിൻ്റെ കൃപയോർത്ത് സ്തുതിയും സ്തോത്രവും കരയേറ്റുകയും ദൈവവുമായുള്ള ബന്ധത്തിൽ ധന്യത നേടാൻ യത്നിക്കുകയും ചെയ്യാനുള്ള അവസരമാണ് ക്രിസ്മസ്. മനുഷ്യൻ്റെ അന്വേഷണത്തിൻ്റെ ഫലമല്ല ദൈവവുമായുള്ള ബന്ധം, മറിച്ച് ദൈവം തൻ്റെ കൃപ കൊണ്ട് താണിറങ്ങി കൂടാരമടിച്ച് വസിക്കുകയാണ്. മനുഷ്യരുടെ മധ്യേ വസിച്ച യേശുവിനെയാണ് നാം ചരിത്രങ്ങളിലൂടെ കാണുന്നത്. സമൂഹത്തിലെ എല്ലാ മേഖലയിലുള്ളവർക്കും അവൻ പ്രാപ്തനായിരുന്നു. ഏതൊരാൾക്കും എത്തിച്ചേരുവാനും ഏറ്റവും ചെറിയ ദൂരമായി ക്രിസ്തുവിനെ നാം കാണുന്നു. ഇത് യേശുക്രിസ്തുവിൻ്റെ കൃപ കൊണ്ട് മാത്രമാണ് നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നത്. ജഡധാരണത്തിന് കൂടെ ദൈവം അധികമായി ഈ ലോകത്തെ സ്നേഹിച്ചതിൻ്റെ പ്രതിഫലമാണ് ക്രിസ്മസ്. ഈ ദൈവത്തിൻ്റെ കൃപയെ ഈ ക്രിസ്മസിൻ്റെ നാളിൽ മാത്രമല്ല എല്ലാ ദിവസവും നാം ഓർക്കേണ്ടതുണ്ട്. മൂന്നാമതായി, പ്രതീക്ഷയുടെ ജനനമാണ് ക്രിസ്മസ്. പുതിയ ദർശനത്തിലേക്കും പ്രത്യാശയിലേക്കുമാണ് ക്രിസ്മസ് നമ്മെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. മനുഷ്യരോട് ചേർന്ന് വസിക്കുന്ന ദൈവവും ഒരു പുതിയ കൂട്ടായ്മ അനുഭവത്തിലേക്ക് ജനങ്ങളെ നയിക്കുന്നു. ദൈവം മനുഷ്യനോട് വിനിമയം ചെയ്ത ലളിതസുന്ദരമായ ഭാഷയാണ് യേശുക്രിസ്തു. ഇന്ന് ക്രിസ്മസ് പ്രസക്തമാകണമെങ്കിൽ യേശുക്രിസ്തു ആരുമായി ഐക്യദാർഢ്യപ്പെട്ടുവോ അവരുമായി നാം ഐക്യത്തിലാകണം. അത്തരം പുത്തൻ കൂട്ടായ്മയ്ക്ക്, ബന്ധങ്ങൾക്ക് തുടക്കം കുറിക്കാൻ ഈ ക്രിസ്മസ് നമുക്ക് സാധിക്കട്ടെ.